ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് ഒന്ന് എടുക്കാം. ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതിന് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ സാധ്യത, എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും എന്താ പറയുക, ഫൈനാൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ്, എന്തിലായാലും ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗൈഡൻസ്, ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അതിൻ്റെ ഒരു സൊല്യൂഷൻ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, അതിനൊരു ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങളോട് അതിന് എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെന്താവും എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ ആ ടെൻഷൻ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ, ആ സിറ്റുവേഷൻ എന്താവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, സി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു കോർട്ട് കേസിൽ എന്തെങ്കിലും നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ന്യായം കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വല്ലാത്ത വേദന കിട്ടിയിട്ടുണ്ട് അവിടെ, നിങ്ങൾ ചതിക്കപ്പെട്ടു, ചീറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയ ഒരു ഫീലിംഗ്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി നിങ്ങളുടെ ട്രസ്റ്റ് കളഞ്ഞു, നിങ്ങളെ വേദനിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ചില എൻഡിങ്സ് വന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവസാനിച്ചു പോയി. അതിപ്പോൾ ജോലി വിട്ടു, ജോലി കളഞ്ഞു പോയി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ബന്ധം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടുക, എന്തുമാവാം. ഓക്കെ, പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ്, പലതരത്തിലും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് നിങ്ങൾക്ക് തോന്നേണ്ടതായിട്ട് ഇനി എനിക്ക് എഴുന്നേക്കാനേ പറ്റില്ല, ഞാൻ അത്രത്തോളം എന്നെ ആ വേദനയും വിഷമവും നിങ്ങളെ അത്രത്തോളം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അവസാനിച്ചു എന്ന രീതിക്കാണ് ഇവിടെ തോന്നുന്നത്. ആൻഡ് അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ ഇവിടെ എവിടെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി, വളരെയധികം നിങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തി, വ്യക്തി എന്ന് മാത്രമല്ല, മേ ബി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി, ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, നിങ്ങൾക്ക് സംതിങ്, നിങ്ങളുടെ ഒരു വീട്, കാറ്, വട്ടെവർ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ ഇമോഷണലി നിങ്ങളെ തളർത്തി വിട്ട പോലെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അതിൽ നിങ്ങളൊരു ന്യായം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എനിവേ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഹീലിംഗ് വരും എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അതിൽ നിങ്ങൾക്ക് ന്യായം കിട്ടും, നിങ്ങളുടെ ഭാഗം ജയിക്കും, നിങ്ങളാണ് കറക്റ്റ്. ഓക്കെ, നിങ്ങളാണ് എല്ലാം പെർഫെക്റ്റ് എന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവർ, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം അവർക്ക്, അതിൻ്റെ റിഗ്രറ്റ് അവർ അനുഭവിക്കും എന്ന് പറയാം. ഞാനത് ഇതായിട്ട് പറയല്ല കേട്ടോ, അത് യൂണിവേഴ്സിൻ്റെ ഒരു നിയമമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചവർ തീർച്ചയായിട്ടും അതെന്തെങ്കിലും അവർക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ജസ്റ്റിസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹീലിംഗ് വരും. നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് എൻഡായി പോയേക്കാം, പക്ഷെ അത് നല്ലതാണ്. ബിക്കോസ് അത് എൻഡിങ്, അത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്ഥലം അത് വിട്ട് കളഞ്ഞേക്കാം, അത് പോയി എന്ന് വിചാരിക്കാം. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ജസ്റ്റിസ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ന്യായം ജയിക്കും, നിങ്ങളുടെ ഭാഗത്താണ് ജയം വരാൻ പോകുന്നത്. കോർട്ട് കേസൊക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി തർക്കം, എന്ത് തന്നെ ആയാലും. ഓക്കെ, അല്ലെങ്കിൽ ഓഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, അവിടെയും നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരും. ഓക്കെ, നിങ്ങൾ ജയിക്കും എന്ന രീതിയിലാണ് ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇതൊരു ഹീലിംഗ് എനർജി എന്ന് പറയാം. അതായത് നമ്മൾ ഒരു പീസായിട്ട്, സമാധാനം പോലെ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ്, നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ഒന്ന് മാറി വരുന്ന പോലെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് പറയാൻ പറ്റുന്നത് ഞാൻ നോക്കുകയാണ്. എന്തോ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് അതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് വരും എന്നുകൂടിയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് വരും, നിങ്ങൾക്കൊരു സന്തോഷം ഫീൽ ചെയ്യും, സമാധാനം ഫീൽ ചെയ്യും. ക്വീൻ ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ്. നിങ്ങളിവിടെ വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം ഫൈറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ഇവിടെ കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, എന്നിട്ട് ഇനി ഞാനിങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ വേദനിച്ച് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഞാനിങ്ങനെ നിന്നിട്ട് ഇനി കാര്യമില്ല. ഓക്കെ, നിങ്ങളിവിടെ വളരെ കോൺഫിഡൻ്റ് ആവുന്ന പോലെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെ, ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന പോലെ, ചിലത് വെട്ടി മാറ്റേണ്ടത് വെട്ടി മാറ്റുന്ന പോലെ. ഓക്കെ, വേറെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ പീസ്, ഞാൻ അതാണ് പറഞ്ഞത്. ഓക്കെ, സോ നിങ്ങളുടെ പീസ് ചൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ശരികൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആൻഡ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വരാൻ തുടങ്ങും. ഓക്കെ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് യുനോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എനിവേ പോട്ടെ. ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കൽസ് ആൻഡ് പേജ് ഓഫ് പെനിക്കൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ സ്ലോലി നിങ്ങൾ റിക്കവർ ആവുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ പതിയെ നിങ്ങൾ തന്നെ വീണ്ടും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യുന്ന പോലെ, നിങ്ങളുടെ ഹെൽത്ത് ശരിയാവാൻ തുടങ്ങും. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മെല്ലെ ആയിരിക്കാം, പക്ഷേ അത് വീണ്ടും നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ന്യായം കിട്ടുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് തീർച്ചയായിട്ടും ന്യായം ചെയ്യും. ഒരിക്കലും നിങ്ങൾക്കൊരു വശമായിട്ട് വിചാരിക്കേണ്ട. ഈവൻ ബന്ധങ്ങളാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി, ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ആയി പോവും. അത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നല്ലതല്ല. അതിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, സോ അവിടെ എല്ലാത്തിലും നിങ്ങൾ ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത്. ആൻഡ് അതിന് എല്ലാം നിങ്ങളുടെ റിക്കവറി എളുപ്പത്തിലാവുമെന്ന് പറയുന്നില്ല. ഓക്കെ, പതുക്കെ ആവും. പക്ഷേ ആ മാറ്റം നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, Magician, 3 of Cups. See again, wow, beautiful. ഇവിടെ സ്റ്റാർ കാർഡായിരുന്നു, സോറി കാണിക്കാൻ പാടില്ല. അതിൽ സ്റ്റാർ എന്ന് പറയുന്നതും ഹീലിംഗ് ആണ്. ഹീലിംഗ് അല്ലെങ്കിൽ നമ്മൾ ഹീലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളൊരു അഗെയിൻ ഒരു ഹോപ്പ്, പ്രതീക്ഷ എന്ന രീതിക്കൊക്കെ എടുക്കാം. സോ അഗെയിൻ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഇവിടെ മജീഷ്യൻ ഉണ്ട്, 3 of Cups ഉണ്ട്, 10 of Pentacles ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കും. ഈ വേദനകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിങ്ങളെ തന്നെ ഞാൻ പറയില്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഇവിടെ 3 of Cups സെലിബ്രേഷൻസ് കാണുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 10 of Pentaclesഉം നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഫാമിലിയിൽ സന്തോഷങ്ങൾ, ഈവൻ ഇത് ഫൈനാൻഷ്യലി നിങ്ങളൊരു സെക്യൂർഡ് ലൈഫ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞു, പക്ഷേ എല്ലാം എടുത്തടിച്ച് ഒരു ഒറ്റ സുപ്രഭാതം കൊണ്ട് മാറുമെന്നല്ല. പക്ഷേ ഈ ഒരു ന്യായം യൂണിവേഴ്സ് നിങ്ങളോട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അനുഭവിച്ച വേദനകൾ അത് ഏത് തരത്തിലായാലും ശരി, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും. ഇപ്പോൾ ഒരു പുതിയ ജോലിയുടെ ഓഫർ വരാം. ഓക്കെ, പുതിയ ജോലി കിട്ടാം. അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, മുമ്പത്തെ ഉള്ളതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ജോബായിരിക്കും ചിലപ്പോൾ കിട്ടുക. അല്ലെങ്കിൽ ലൈക്ക് അഗെയിൻ ഹെൽത്ത് വൈസ് നിങ്ങൾ വല്ലാതെ സ്ട്രെസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരു റിക്കവറി കാണുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങുന്നത്. നമുക്ക് ഈ അടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വരുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങളെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്ന യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലതവണ നിങ്ങളെ ചിലപ്പോൾ അത് വേണം വെച്ച് ചെയ്യുന്നതല്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും കരുതരുത്. ദൈവം വേദനിപ്പിക്കില്ല ആരെയും. ഓക്കെ, പക്ഷെ നിങ്ങൾ മാറാനുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പലതും ഉണ്ട്, നിങ്ങൾ തിരിച്ചറിയുന്നില്ല, സ്വയം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, സോ അതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുകയാണ് എന്ന് വെച്ചോളൂ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കയ്യിൽ കഴിവുകളുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഹാപ്പിനെസ് ആണ് കാണുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അവരെ കൂടെ നിങ്ങൾ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന രീതിയിൽ. അഗെയിൻ ഞാൻ 10 of Pentacles ഫൈനാൻസിൻ്റെയും കാണുന്നുണ്ട്, ഫാമിലി എന്ന രീതിക്കും കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാം ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് തരും. ഓക്കെ, ചെറിയ വിഷമങ്ങൾ ഇപ്പം ഉണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ യൂണിവേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, ലേൺ ഫ്രം ലൈഫ്. കണ്ടോ, പാഠങ്ങളാണ് എല്ലാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പാഠങ്ങളാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എല്ലാം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കൂടുതൽ പറയുന്നില്ല, ഫിലോസഫി എനിക്ക്. അഫർമേഷൻ ഫോർ പോസിറ്റീവ് ചേഞ്ച്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇവിടെ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ. ഓക്കെ, നമുക്ക് മെത്തേഡ്സ് വേണ്ടേ, എന്താണ് നമ്മൾ ചെയ്യുക, അല്ലേ? ഇവിടെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ ഫീൽ ചെയ്യുക, ഒരുപാട് വിഷമിച്ച് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, എഴുന്നേറ്റ് ഓടൂ, എന്താ പറയുക, എക്സസൈസ് ചെയ്യൂ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആദ്യം
ജസ്റ്റ് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേൾക്കുക. ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, നിങ്ങൾ പറയും കൂടി വേണ്ട. നിങ്ങൾക്ക് പറയാനുള്ള എനർജി ഇല്ലെങ്കിൽ വേണ്ട. ചുമ്മാ അത് ഫോണിൽ ഓൺ ചെയ്തിട്ട് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, എൻ്റെ ചാനലിൽ തന്നെ കുറച്ചെണ്ണമൊക്കെ ഞാനിട്ടുണ്ട്, നിങ്ങളും നോക്കുക. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ കിട്ടും. അത് കേൾക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക. അത് കേട്ട് 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 നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളെ തന്നെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക. ശരിക്കും ഒരു ഇതുണ്ട്, ഇത് കാര്യം പറയാറുണ്ട്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയും. നിങ്ങൾ അങ്ങനെയാണോ അല്ലേ എന്നുള്ളതല്ല, നിങ്ങൾക്കതാവാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അതായത് പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോൾ ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കില്ല, പക്ഷേ ആക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, അവനവനോട് പറയാം എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് 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 ഡെയിലി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഒരു എഫേർട്ടാണത്. എന്തും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് തനിയെ മാറുമോ? എപ്പോഴെങ്ങനെയെങ്കിലും തനിയെ മാറാൻ പറ്റുമോ? ഒരു ഇഞ്ചക്ഷൻ തന്നു, അല്ലെങ്കിൽ ഒരു മരുന്ന് തന്നു, ഒരു ഗുളിക തന്നു, നിങ്ങൾ ഓക്കെ ആയിട്ട് വരാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്ട്സ് പലതും ഉണ്ടാവും. സോ അതിനൊന്നും പോവാതിരിക്കുക, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക, ഡെയിലി ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക. ഓക്കെ, രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് ജസ്റ്റ് ഒരു 4-5 തവണ മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, ഒരു 4-5 തവണ ജസ്റ്റ് ഒന്ന് ബ്രീതിങ്, നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക, എന്ന് വലിക്കുക. ഓക്കെ, എന്നെ കാണില്ലേ നിങ്ങൾക്ക്? നല്ല ഓക്കെ, അതിന് മെല്ലെ സ്ലോലി അതിനെ പുറത്തേക്കും വിടാം. ഇത്ര മതി, വേറെ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസിലേക്ക് ഞാനിത് പറയുന്നത് എക്സാക്റ്റ് അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഇതിന് ചില മെത്തേഡ് കൂടി ഉണ്ട്. ബട്ട് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ. ഓക്കെ, ഇങ്ങനെയെങ്കിലും തുടങ്ങൂ, ബാക്കി പിന്നെ തനിയെ വന്നോളും. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, അവനവനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ എനിക്കിതൊക്കെ ഇരുന്ന് പറയാം, ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പലരുടെ അടുത്തും നിങ്ങൾ പോയിട്ട് കൗൺസിലറുടെ അടുത്ത് കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. പലതും പറഞ്ഞു തരും, പക്ഷെ ചെയ്യേണ്ടത് ആരാ? നിങ്ങളാണ്. ഓക്കെ, നമ്മൾ സ്വയം തന്നെ തീരുമാനിക്കണം. ഞാനടക്കം ഇങ്ങനെ ഒരു വലിയ ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനും ഒരു സമയത്ത് വിഷമിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി വരാൻ എന്നോട് പലതും പറഞ്ഞതുണ്ട്, പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ തന്നെയാണ്, ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ വരില്ല, മാറില്ല. ഓക്കെ, മനസ്സിലാക്കൂ. ഓക്കെ, സോറി, പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് അതാ പറഞ്ഞത്, 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് ലൈഫിൽ എല്ലാം നേടാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് പണം, അഭിവൃദ്ധി, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങൾക്ക് പണം വയസ്സ് എന്താ, നിങ്ങൾക്ക് കാറോ വീടോ സാധനങ്ങളോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ലക്ഷൂറിയസ് ലൈഫ് വേണോ, അത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് തന്നെ സ്വയം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പോട്ടെ, എത്ര നമുക്ക് വലിയ റിച്ച് ആയിട്ടൊന്നും കണക്കാക്കണ്ട, നിങ്ങൾക്ക് സമാധാനം, സന്തോഷം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയാൽ മതി, അല്ലേ? സോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ അതിന് നിങ്ങൾ ആദ്യം ലെസൺസ് പഠിക്കണം. നിങ്ങളുടെ ജീവിതം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങൾ പാഠങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ലേൺ ഫ്രം ദ ലെസൺ എന്ന് വെച്ചിട്ട് ആ ബുക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഇരിക്കാനല്ല ഇവിടെ പറയുന്നത്. ബുക്സ് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കാര്യം, അതായത് അതിൽ പെട്ട് നിൽക്കാനല്ല പറയുന്നത്, അതിൽ നിന്ന് പഠിക്കുക, പറന്നു പോവുക, അല്ലേ? മുന്നോട്ട് പോവുക. ഓക്കെ, സോ ആൻഡ് വാട്ടർ മാജിക് നേരത്തെയും കണ്ടു, അല്ലേ? ഓക്കെ, വാട്ടർ മാജിക് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആക്ച്വലി ഇതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉണ്ട്. ഞാൻ അത്ര സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാട്ടർ ഹാസ് മെമ്മറി എന്ന് പറയും. അതായത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഒരു ഗ്ലാസ് വെള്ളം, ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ രാവിലെ വെള്ളം കുടിക്കില്ലേ, അല്ലെങ്കിൽ ചായ കുടിക്കില്ലേ? ചായ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ചായ, വെള്ളം, കോഫി എന്താ കുടിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുടിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ കയ്യിൽ പിടിക്കാം. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് മീൻസ് ആ ചായ കുടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് കുടിക്കൂ. സമയമെടുത്ത് നിങ്ങൾ സമയമില്ല എന്ന് പറയണ്ട. ഓക്കെ, അതിന് വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. 5 മിനിറ്റ് മതി, കൂടുതൽ വേണ്ട. ഓക്കെ, സോ 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് നിങ്ങൾ ആ കോഫി അല്ലെങ്കിൽ ചായയുടെ കപ്പിനെ നിങ്ങൾ 2 കയ്യിലും ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഓക്കെ, വേണ്ട, സോറി. ഓക്കെ, സോ ആ മഗ്ഗിനെ ഇങ്ങനെ കപ്പിനെ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ആയാലും ശരി, എന്ത് ഗ്ലാസ് ആയാലും ശരി, അതിന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഓക്കെ, അതിൻ്റെ ചൂട് ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ നിങ്ങൾക്കൊരു വാംത്ത് തരും. ഓക്കെ, നിങ്ങൾക്കൊരു ഫീലിംഗ് തരും. അതിനെ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ചിരുന്ന് അതിൽ നോക്കുക, ആ ചായയിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോഫിയിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൽ നോക്കിയിട്ട് നിങ്ങൾ അതിനോട് സംസാരിക്കുക, അതിനോട് പറയുക. ഓക്കെ, ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ബ്ലെസ്ഡ് ആണ്, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഓക്കെ, എനിക്ക് സാധിക്കും, ഐ എം കോൺഫിഡൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഗ്ലാസ്സിലേക്കല്ല, ആ വെള്ളത്തിലേക്ക് നോക്കി, ആ ഒരു ലിക്വിഡിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, ആ വെള്ളത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ ഹാസ് മെമ്മറി എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ആ വെള്ളം ഇങ്ങനെ ശരിക്കും അതിന് മെമ്മറി ഹോൾഡ് ചെയ്യും എന്നാണ് അത് പറയുക. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഫുൾ പവർ അങ്ങനെ ആ ഒരു സംസാരിക്കാൻ തന്നെ ഓർക്ക് സംസാരിക്കുന്നില്ല, അതിനോട് മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ അതിനെ നോക്കി ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ആ ഒരു മെമ്മറി അതിലേക്ക് വരും. ആൻഡ് അതിനെ സ്ലോലി നിങ്ങൾ മെല്ലെ മെല്ലെ കുടിക്കുക. ആൻഡ് ഓരോ തവണയും പറ്റുക അതിലേക്ക് വീണ്ടും നോക്കുക, വീണ്ടും പറയുക, വീണ്ടും കുടിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു മെത്തേഡ്. ഇത് ഏറ്റവും
ലൈക്ക് സിംപ്ലസ്റ്റ് ആയിട്ടൊരു മെത്തേഡ് വേറെ ഉണ്ട് പലതും. ഓക്കെ, ഞാൻ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഞാൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം. സോ ഇപ്പോൾ നിങ്ങളിത് തൽക്കാലം അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഡെയിലി നിങ്ങൾ അല്ലെങ്കിൽ പറ്റിയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സ്പൂണ് നിങ്ങൾ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിനെ കയ്യിൽ പിടിച്ചിരുന്ന് ആ സ്പൂണിനെ ഇങ്ങനെ മെല്ലെ ഇളക്കി അതിലിങ്ങനെ നോക്കി ആ സമയത്തൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് മെല്ലെ കുടിക്കുക. ഇത് മുഴുവൻ നമ്മൾ കുടിക്കുമ്പോൾ ആ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേറെയും മെത്തേഡ്സ് ഉണ്ട്, ഞാൻ പിന്നെ പറയാം. സോ വാട്ടർ മാജിക് നിങ്ങൾ ട്രൈ ചെയ്യാം. വാട്ടർ മാജിക് എന്ന് അതിനെയാണ് പറയാം. ഓക്കെ, എൻജോയ് ആൻഡ് ഡിലൈറ്റ്. യെസ്, നിങ്ങൾ സന്തോഷങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യും. ആക്ച്വലി ഹാപ്പി ആയിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഹാപ്പി ആണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയാം. ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ബ്രേവ്, ആക്ച്വലി ഐ എം കറേജിയസ്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, ഞാൻ എന്താണോ വിചാരിക്കുന്നത് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി രാവിലെ അത് നിങ്ങളോട് ഇങ്ങനെ എന്താ പറയുക, തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കാം, അവനവനോട് പറയാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഞാൻ ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടില്ല, ലൈക്ക് അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനിങ്ങനെ ലൈക്ക് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാനാ പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്യുക അതൊക്കെ. ആൻഡ് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് ഉണ്ട്. യെസ്, ഇത് പറയാൻ മറക്കരുത്, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത്. നമ്മൾ എല്ലാത്തിനും നമ്മുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഈ പ്രശ്നം ആ പ്രശ്നം എന്നെ അവർ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അത് അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, വേറെ ഒന്നും വേണ്ട, അതിൽ നിങ്ങൾ ചുറ്റും കാണുന്ന ബട്ടർഫ്ലൈസ്, ചുറ്റും കാണുന്ന ഫ്ലവേഴ്സ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അതിലൊരു ഇൻ്റർനെറ്റ് ഇടാൻ പറ്റുന്നുണ്ട്, അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിൽ ഓരോരോ ഐറ്റം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ബ്ലെസ്സിങ് ആണ്, എല്ലാം ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നമുക്കൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത്, ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലൊരു സീറ്റ് കിട്ടുന്നത്, ഇതൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു നിങ്ങളുടെ മക്കളുടെ കൂടെ ഓടി വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചിരിക്കുന്ന കാണുക, ഇതെല്ലാം നമ്മുടെ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. സോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഐ ഡോണ്ട് നോ അപ്പം എന്താ നമ്മൾ പറഞ്ഞു തുടങ്ങിയ എവിടെയാണ് നമ്മൾ എത്തിയത്. എനിവേ, നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ മാറി വരും, ആൻഡ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്നുള്ളതാണ്. ആൻഡ് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കുറച്ച് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുക നന്നായിട്ട്, ദൈവത്തിനോട് നന്ദി പറയുക, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും നന്ദി മനസ്സിൽ ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും. അപ്പം എല്ലാം നിങ്ങൾക്ക് മനോഹരമായിട്ട് വരട്ടെ, നല്ല ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് എല്ലാവർക്കും നന്ദി, നമസ്കാരം.